കഴിഞ്ഞ ദിവസം ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒ പിയിൽ വന്നു. അപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത്. ഈ ബാക്ക് പെയിൻ കുറച്ചൊരു 1-2-3 മാസമായി ഈ പേഷ്യൻറ്റിനെ അലട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഈ പേഷ്യൻ്റ് ഒരു എവിടെയോ ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്ന് സ്ലിപ്പായി, അത് കാരണം കൊണ്ടാണ് വേദന. ഒരു ജനറൽ പ്രാക്ടീഷണർ കാണിച്ചു, വേദന സംഹാരി എടുത്തു, തൽക്കാലം വേദന കുറഞ്ഞു. പക്ഷേ വീണ്ടും ഈ വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് വേറൊരു സ്ഥലത്ത് നിന്ന് റെഫർ ചെയ്തതാണ്. ചെറുപ്പക്കാരായ ആൾക്കാർക്ക് നടുവേദന ഉണ്ടാവാം. സ്പെഷ്യലി ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തരം വാദത്തിൻ്റെ അസുഖമാണ് സ്പോണ്ടൈലർ ആർത്രോപ്പതി. ഈ നടുവേദനയുടെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ യൂഷ്വലി ഇവർക്ക് ഈ നടുഭാഗത്തിലെ വേദന രാത്രി കാലത്താണ് കൂടുക, അല്ലെങ്കിൽ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ അതികഠിനമായ വേദനയായിട്ടാണ് അനുഭവപ്പെടുക. രാത്രി ടൈമിൽ അവർക്ക് ഈ നടുഭാഗത്തോ അല്ലെങ്കിൽ അവർ ഹിപ്സിൻ്റെ ആ സൈഡിൽ ചന്തി ഭാഗത്ത് അവർക്ക് ചിലപ്പോൾ ആൾട്ടർനേറ്റിംഗ് പെയിനായിട്ട് നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ഭയങ്കര വേദനയായിരിക്കും. യൂഷ്വലി ഇങ്ങനത്തെ വേദനകൾ വേദന സംഹാരി എടുക്കുമ്പോൾ കുറച്ചൊന്ന് കുറയാം. സോ ഇങ്ങനത്തെ ഒരു തരം വേദന വരുന്നുണ്ടെങ്കിൽ, അതായത് നൈറ്റ് പെയിൻ വരുന്നു, മോർണിംഗിൽ ഭയങ്കര സ്റ്റിഫ്നെസ് ഉണ്ട്, പക്ഷേ ഒരു മോർണിംഗ് അതായത് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് 11 മണി കഴിയുമ്പോൾ പെയിൻ ബെറ്റർ ആകുന്നു, വീണ്ടും രാത്രിയാകുമ്പോൾ ഇതേ തരം ഒരു പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ അതൊരു അലാമിങ് സൈനാണ്. സോ ഈ സ്പോണ്ടൈലർ ആർത്രോപ്പതിൻ്റെ ഇത് ഒരു ലക്ഷണമാണ് ഈ രാത്രി കാലങ്ങളിൽ വരുന്ന നടുവേദന. ഇതിൻ്റെ കൂടെ ചിലവർക്ക് സന്ധികളിൽ വേദന ഉണ്ടാവാം. ഈ ആളോട് ഈ പറയുന്ന അതേ പേഷ്യൻറ്റിനോട് ചോദിച്ചു നോക്കിയപ്പോൾ പണ്ട് ഒരു സമയത്ത് 1 വർഷം മുന്നേ കാലിൻ്റെ കണ്ണയ്ക്ക് ഒരു ചെറിയൊരു വേദനയും നീരും ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഒരു വേദന സംഹാരി കഴിച്ചപ്പോൾ അത് കുറഞ്ഞു. സോ ഇങ്ങനത്തെ ഒരു അസുഖം വരികയാണെങ്കിൽ കാലക്രമേണ ഈ അസുഖം പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതിനെ ചികിത്സിക്കേണ്ടത്? നമ്മളിത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഈ അസുഖം കാലക്രമേണ പ്രോഗ്രസ് ചെയ്തിട്ട് ഈ ഹോൾ ബോഡി, അതായത് സ്പെഷ്യലി നമ്മളെ ഹോൾ ഓഫ് ദ ബാക്ക് ഒരു സ്റ്റിഫ്നെസ് വരും. ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുറേ സ്റ്റിഫ്നെസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും. അതായത് നമ്മൾ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്, അതായത് ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നുള്ള മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായി റെസ്ട്രിക്റ്റഡ് ആവും. സോ ഇങ്ങനത്തെ പേഷ്യൻസ് നടക്കുമ്പോൾ ഒരു റോബോട്ട് നടക്കുന്ന പോലെ ഉണ്ടാവും. സോ അത് ഉടനെയല്ല ഉണ്ടാവുന്നത്, പക്ഷെ കാലക്രമേണ ചികിത്സിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ പോകും. സോ എന്തുകൊണ്ടാണ് അത് വരുന്നത്? നമ്മൾ പ്രധാനപ്പെട്ട നട്ടൽ ഭാഗത്തുള്ള ജോയിൻറ്റ്സ്, ആക്സിയൽ സ്കെലിട്ടൻ എന്ന് പറയും, ആ ജോയിൻറ്റ്സിനാണ് ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പുറം ഭാഗത്ത്, ചിലവർക്ക് ഈവൻ ചെസ്റ്റ് ഭാഗത്ത് ഭയങ്കര ടൈറ്റ്നെസ്സും പെയിനും ഉണ്ടാവും. സോ ഇതിന് പലതരം ചികിത്സകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. വാദത്തിൻ്റെ പ്രധാനമായ മരുന്നുകൾ എടുത്തു തുടങ്ങിയാൽ വേദന കുറഞ്ഞു വരും. ആൻഡ് മോർ ഓവർ ദാറ്റ്, വേദന മാത്രമല്ല, ഈ അസുഖം പ്രോഗ്രസീവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പ്രോഗ്രസ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയും വേഗം ചികിത്സിക്കേണ്ടത്.